ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്നത് ഭക്തരായ ഏതൊരാളുടെയും ആഗ്രഹമാണ്. പെരുന്നാട് മാടമണ്ണ് നിന്നും ഇക്കുറിയും ഒരു KSRTC ബസ് നിറയെ ആളുകൾ ആറ്റുകാലേക്ക് പുറപ്പെടുന്നുണ്ട്. ഋഷികേശ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ഇന്ന് രാത്രി 1 മണിക്കാണ് ബസ് യാത്ര പുറപ്പെടുന്നത്. ഇനി ബസ് വന്നാൽ മതി എന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിതി. അമ്മമാരും ഒക്കെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇനി ബസ് വന്നാൽ മതി എന്നുള്ളതാണ് അല്ലേ? അതെ, ബസ് വന്നാൽ മതിയെന്ന് ബസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓമനക്കുട്ടിയമ്മ എത്ര വർഷമായിട്ട് പോകുന്നുണ്ട്? ഏകദേശം 20 വർഷം ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഏത് ഭാഗത്താണ് നമുക്ക് അവസരം കിട്ടിയത്? കഴിഞ്ഞ വർഷം കൊറോണയ്ക്ക് ശേഷം 2 വർഷം പോയിട്ടില്ല. അതിന് മുന്നിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്, അതിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം പോയ എല്ലാ ആളുകളും ഇക്കുറിയും ഉണ്ടോ നിങ്ങളുടെ ടീമിൽ? മിക്കവാറും എല്ലാവരും ഉണ്ട്. എങ്ങനെയാണ് പ്ലാൻ? ഞങ്ങൾ KSRTC ബസ്സിന് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 40 പേരുണ്ട്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നുള്ള ബസ്സാണ്. ഇവിടെ മാടമൺ ഋഷികേശ ക്ഷേത്രത്തിൽ എത്തും. അവിടുന്ന് ഞങ്ങൾ യാത്ര പുറപ്പെടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അനു എത്ര കാലമായിട്ട് പോകുന്നുണ്ട്? എന്തൊക്കെ കൊണ്ടുപോകും? അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരുമോ? ഇല്ല, ഞാൻ ഒരു 18 വർഷമായിട്ട് പോകുന്നുണ്ട്. അതിൽ 2 വർഷം കോവിഡ് സമയത്ത് വീട്ടിലാണ് പൊങ്കാല ഇട്ടത്. പിന്നെ ഇപ്പം തുടർച്ചയായിട്ട് പിന്നെ ഇങ്ങോട്ട് പോരുന്നുണ്ട്. എത്ര തവണയായിട്ട്? ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ടിവിയിൽ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വായിച്ചുള്ള പരിചയമേ ഉള്ളൂ. മലയാളപ്പുഴ പോയി പൊങ്കാല ഇട്ടു. പിന്നെ ആറ്റുകാലിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇനി എല്ലാം ഒന്ന് കണ്ടറിഞ്ഞൊക്കെ ചെയ്യാൻ പറ്റും. കലത്തിനകത്ത് നമ്മൾ തീ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിയിട്ട് ആ പൊങ്കാല നിവേദ്യം അത് തിളച്ച് മറിയുമ്പോൾ നമ്മളിലെ അഹംഭാവം അത് നിവേദ്യമായിട്ട് നിവേദ്യമായിട്ട് ദേവിക്ക് സമർപ്പിക്കുക. അതാണ് നമ്മൾ പൊങ്കാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുക. അതാണ് നമ്മൾ പൊങ്കാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 ദിവസത്തെ നോമ്പെടുത്താണ് ഇവരൊക്കെ തന്നെ ആറ്റുകാലിലേക്ക് പുറപ്പെടുന്നത്. എന്തായാലും എല്ലാവരുടെയും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ സഫലമാവട്ടെ. നല്ല നിലയിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ ഏവർക്കും കഴിയട്ടെ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.